ഡാ ഈ ലിഫ്റ്റിൽ എന്താ മിറർ വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയോ? മുഖം കാണാൻ. എടാ അതിന് പറ്റിയൊരു കഥയുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 20s മധ്യത്തിൽ ഏറ്റവും കൂടുതൽ എലിവേറ്റേഴ്സ് ഉണ്ടായിരുന്ന സിറ്റി ആയിരുന്നു ന്യൂയോർക്ക്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എലിവേറ്റേഴ്സ് ഭയങ്കര സ്ലോ ആയിരുന്നു. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആരും ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ലല്ലോ. സോ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടെനൻസ് എല്ലാവരും ലാൻഡ് ലോഡ്സിന് കംപ്ലയിൻറ്റ് ചെയ്തു. നിരന്തരം ഇതേ കംപ്ലയിൻറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ലാൻഡ് ലോഡ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തി ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. സോ അൾട്ടിമേറ്റ്ലി ഉത്തരം എന്ന് പറയുന്നത് എലിവേറ്റേഴ്സിൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ പല ബിൽഡിങ്ങുകളും വളരെ പഴക്കം ചെന്നതും പുരാതനമായതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഒരുപാട് ഡിഫിക്കൽട്ടീസ് അതുണ്ടായിരുന്നു. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ള സൈക്കോളജി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചത്. ശരിക്കും ടെനൻസിൻ്റെ പ്രശ്നം സമയം നഷ്ടമാവുക എന്നുള്ളതായിരുന്നില്ല, സമയം നഷ്ടമാവുന്നുള്ളത് തോന്നലായിരുന്നു. സോ അത് മാറ്റാൻ അതിനകത്ത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, അവർ ശ്രദ്ധ തിരിക്കുന്ന പുതിയൊരു സംഭവം കൊണ്ടുവരിക എന്നുള്ള ഐഡിയയിലേക്ക് അവർ വന്നു. സോ പിന്നീടുള്ള ചർച്ച എന്താണ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് അവരുടെ ഉള്ളിൽ വന്ന ആശയമാണ് ലിഫ്റ്റിൻ്റെ അകത്തും പുറത്തും മിറർ വെക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസി ആണല്ലോ, നമ്മൾ മിറർ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കുറച്ച് സമയം നോക്കി പോകും. സോ ഈ ഒരു ആശയം അക്സെപ്റ്റ് ചെയ്ത എല്ലാ ലാൻഡ് ലോഡ്സും അവരുടെ ലിഫ്റ്റിനകത്തും പുറത്തും മിറർ കൊണ്ടുവന്നു. അതിനുശേഷം അവർക്ക് ഈ ഒരു കംപ്ലയിൻറ്റ്സ് പിന്നീട് ടെനൻസിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മൈൻഡിൽ വരില്ലേ?